الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الناس أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, വിശ്വാസിനികളെ, സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന കാരുണ്യവാനായ നമ്മുടെ റബ്ബ് നമ്മുടെ നന്മക്കായി നിർദ്ദേശിച്ച നിർദ്ദേശങ്ങളും കൽപ്പനകളും ജീവിതത്തിൽ യഥാവിധം പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കുവാൻ നാഥൻ നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്രകാരം ജീവിക്കുന്നവരിൽ ഉൾപ്പെടാൻ നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യുക. നാഥൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. സമസ്ത മേഖലകൾ റബ്ബിനെ സൂക്ഷിച്ച് ജീവിച്ച് യഥാവിധം ദീനനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോയി ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് മരണപ്പെടുന്ന വിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തി ജന്നാത്തുൽ ഫിർദൗസ് കരസ്ഥമാക്കുന്നവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യസന്ധതയും വിശ്വസ്തതയും വാക്കുപാലനവും ഒക്കെ ഒരു വിശ്വാസിയിൽ വേണ്ട സവിശേഷമായ ഗുണങ്ങളാണ്. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നുബുവത്തിന് മുമ്പും ശേഷവും അൽ അമീൻ, വിശ്വസ്തൻ, സ്വാദിഖുൽ അമീൻ, സത്യസന്ധൻ, വിശ്വസ്തൻ എന്ന പേരിലെല്ലാം അറിയപ്പെട്ടിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് നജാശി രാജാവിൻ്റെ മുമ്പിൽ പ്രവാചകന്റെ ആദർശത്തെ എതിർത്തുകൊണ്ട് അബൂ സുഫിയാൻ സംസാരിക്കുമ്പോൾ പറഞ്ഞത്, മുഹമ്മദ് ഈ സമയത്ത് പോലും ഞങ്ങളോട് കരാറിലാണ്, അവനത് പാലിക്കും, അത് ലംഘിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നായിരുന്നു. കരാറ് പാലനം, വാക്കുപാലനം വിശ്വാസികളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട സവിശേഷമായ ഗുണമാണ്. ആ ഗുണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സവിശേഷ ഗുണമായി വിശുദ്ധ ഖുർആനും തിരു ഹദീസുകളും നമ്മെ പഠിപ്പിക്കുന്ന ഒന്നാണ് വാക്കുപാലനവും സത്യസന്ധതയും. അവനൊരിക്കലും വാക്ക് ലംഘിക്കുകയോ വിശ്വാസലംഘനം കാണിക്കുകയോ ചെയ്യുകയില്ല എന്ന് ഖുർആനിലൂടെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പിച്ച് പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ വാഗ്ദാനം, ഇന്ന വഅദല്ലാഹി ഹഖ്, അള്ളാഹുവിന്റെ വാഗ്ദാനം എത്ര സത്യമാണ് എന്ന്, അത് സത്യമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പലയിടങ്ങളിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഫസ്ബിർ, നീ ക്ഷമിക്കണം. ദീനനുസരിച്ച് ജീവിക്കുമ്പോൾ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. ഇന്ന വഅദല്ലാഹി ഹഖ്, തീർച്ചയായും അല്ലാഹു തആല നിനക്ക് വാഗ്ദാനം ചെയ്ത ഒന്ന് നിന്നിലേക്ക് വരാനുണ്ട്, ആ വാഗ്ദാനം സത്യമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ ഉണർത്തുകയാണ്. അല്ലാഹു അവന്റെ വാഗ്ദാനത്തെ സംബന്ധിച്ച് പറഞ്ഞത് വഅദല്ലാഹ്,
അള്ളാഹുവിന്റെ വാഗ്ദാനമത്രയത്. ലാ യുഖ്ലിഫുല്ലാഹു വഅദഹു, അല്ലാഹു തആല ഒരിക്കലും അവൻ വാഗ്ദാനം ചെയ്തത് ലംഘിക്കുകയില്ല എന്ന് വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ സവിശേഷമായ ഗുണമാണ് വാഗ്ദത്ത പാലനം എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കരാറ് ചെയ്ത വാക്ക് തന്ന ചില കാര്യങ്ങൾ, അതിപ്രധാനമായ 5 വിശുദ്ധ ഖുർആനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതിലൊന്നാമതായിക്കൊണ്ട് നാം അറിയേണ്ടത്, അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കും എന്നുള്ളത് അള്ളാഹു നമുക്ക് നൽകിയ വാഗ്ദാനമാണ്. വഖാല റബ്ബുക്കും അദ്ഊനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. വിശുദ്ധ ഖുർആൻ 40-ാം അധ്യായം സൂറത്തുൽ ഗാഫിർ, അതിലെ 60-ാമത്തെ സൂക്തത്തിൽ അല്ലാഹു തആല പറയുന്നു, വഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു, നിങ്ങളുടെ രക്ഷിതാവ് പറഞ്ഞിരിക്കുന്നു, അദ്ഊനി, നിങ്ങൾ എന്നെ വിളിച്ചുകൊണ്ട് എന്നോട് പ്രാർത്ഥിക്കുക, അസ്തജിബ് ലക്കും, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകാമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. ആരാണോ അല്ലാഹുവിന്റെ ആ വിളിക്ക് ഉത്തരം നൽകാതെ, അല്ലാഹുവിനെ ആരാധിക്കാതെ അഹങ്കാരം നടിച്ച് തിരിഞ്ഞു കളഞ്ഞ് നടക്കുന്നവർ, അവർ നിന്ദ്യരായിക്കൊണ്ട് നരകത്തിൽ പ്രവേശിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൂട്ടിച്ചേർക്കുകയാണ്. ഇവിടെ അല്ലാഹു തആല പറഞ്ഞ വാഗ്ദാനം, അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക, ആ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ഉത്തരം നൽകും എന്നുള്ളതാണ്. നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മൾ പ്രാർത്ഥിക്കുന്നു, നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാറുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. അല്ലാഹു നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുമെന്ന് പറയുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കും. അതിൻ്റെ തോത് വ്യത്യാസമുണ്ടാകും, അതിൻ്റെ സമയം വ്യത്യാസമുണ്ടാകും. അതും അല്ലാഹുവും അല്ലാഹുവിൻ്റെ റസൂലും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ലാ യസാലു യുസ്തജാബു ലി അബ്ദി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിക്കൊണ്ടേയിരിക്കും. മാലം യദ്ഉ ബിഇസ്മിൻ ഔ ഖതിഅത്തിർ റഹിം. അവൻ വല്ല പാപമോ അതേപോലെ കുടുംബബന്ധം മുറിക്കുകയോ ചെയ്യാത്തവണ്ണം അവൻ അത് ചെയ്തില്ല എങ്കിൽ അവനെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചുകൊണ്ടേയിരിക്കും എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മാലം യസ്തഅജിൽ. കുടുംബബന്ധം ഒരാൾ മുറിച്ചില്ല, ഒരാൾ പാപം ചെയ്യുന്നില്ല എങ്കിൽ അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചുകൊണ്ടേയിരിക്കും. മാലം യസ്തഅജിൽ, അയാൾ ധൃതി കാണിക്കാത്ത കാലത്തോളം. പ്രവാചകന്റെ സ്വഹാബ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് മൽ ഇസ്തിഅജാൽ, എന്താണ് ധൃതി കാണിക്കുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നു, വഖദ് ദഅഉതു ഫലം അറാ യസ്തജീബു ലി. ഞാൻ പ്രാർത്ഥിച്ചു, അല്ലാഹു എനിക്ക് ഉത്തരം നൽകുന്നതായി ഞാൻ കാണുന്നില്ല. ഫയസ്തഹ്സിറു ഇൻദ ദാലിക് വയദഉ ദുആ. അങ്ങനെ അദ്ദേഹം ഉത്തരം ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞ് നിരാശനായി പ്രാർത്ഥന ഉപേക്ഷിച്ച് മടങ്ങുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. നമ്മളൊന്ന് ആലോചിക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു തആല പ്രാർത്ഥിച്ചാൽ ഉത്തരം നൽകും എന്നുള്ള പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു നൽകിയ വാഗ്ദാനമാണ്. ആ വാഗ്ദാനം അല്ലാഹു ലംഘിക്കുകയില്ല എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പ്രാർത്ഥനകൾ എപ്രകാരമാണ് എന്ന് നമ്മൾ ആലോചിക്കുക. ഇവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ പ്രാർത്ഥിച്ചു, വീണ്ടും പ്രാർത്ഥിച്ചു, ഉത്തരം ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ ആ പ്രാർത്ഥനകളിൽ നിന്നും പിന്മാറിയിട്ടുണ്ടോ എന്ന് നാം ഓരോരുത്തരും സ്വയം ആലോചിക്കുക. അങ്ങനെ ആകരുത് വിശ്വാസികൾ എന്നുള്ളതാണ്. പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ പഠിപ്പിക്കുന്നത് അതാണ്. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം അവിടുത്തെ വാർദ്ധക്യം ബാധിച്ച സമയത്ത്, ശരീരം ചുളിഞ്ഞിരിക്കുന്ന അവസരത്തിൽ, തലമുടികൾ നരച്ചു തുടങ്ങിയിരിക്കുന്ന സമയത്ത് സാറാ ബീവിക്കും അതുപോലെ ഇബ്രാഹിം അലൈഹിസ്സലാമക്കും
കുഞ്ഞുണ്ട് എന്ന സന്തോഷ വാർത്തയുമായിട്ട് മലായിക്കത്തുകൾ അവരുടെ അടുക്കലേക്ക് കടന്നുപോയി എന്നുള്ളതാണ്. ആ സമയത്തും, ആ ചുളിഞ്ഞിരിക്കുന്ന സമയത്ത്, ശരീരത്തിന് തലമുടികൾക്ക് നരബാധിച്ചു തുടങ്ങിയ സമയത്ത് പോലും റബ്ബിനോട് വേണ്ടി, റബ്ബേ എനിക്ക് സ്വാലിഹായ സന്താനത്തെ നൽകണേ എന്ന് പ്രാർത്ഥിച്ചവരായിരുന്നു അവർ. ഒരു നിരാശയുമില്ലാതെ റബ്ബ് തരുമെന്ന വിശ്വാസത്തിൽ പ്രാർത്ഥിച്ചവരായിരുന്നു അവർ. നമ്മൾ എത്ര കണ്ട് അപ്രകാരം പ്രാർത്ഥിക്കാറുണ്ട് എന്നുള്ളത് നമ്മൾ ആലോചിക്കുക. നമുക്കൊരുപാട് ആഗ്രഹങ്ങളുണ്ട്, നമുക്കൊരുപാട് ആവശ്യങ്ങളുണ്ട്. ആ ആഗ്രഹങ്ങളും ആ ആവശ്യങ്ങളും റബ്ബിനോട് എത്ര തവണ നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്? ഒരു തവണ പ്രാർത്ഥിച്ചു, 2 തവണ പ്രാർത്ഥിച്ചു, 3 തവണ പ്രാർത്ഥിച്ചു. അതിൽ കൂടുതൽ നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി റബ്ബിനോട് നിരന്തരമായി എത്ര കണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നുള്ളത് നാം ഓരോരുത്തരും ആലോചിക്കുക. അല്ലാഹു തആല നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുക തന്നെ ചെയ്യും. അത് അല്ലാഹുവിന്റെ വാഗ്ദാനമായി കൊണ്ടാണ് അല്ലാഹു പഠിപ്പിക്കുന്നത്. അല്ലാഹു വാഗ്ദാനം നൽകിയ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, അല്ലാഹുവിനോട് നന്ദി കാണിച്ചാൽ അല്ലാഹു നമുക്ക് വർദ്ധിപ്പിച്ചു തരും എന്നുള്ളതാണ്. അല്ലാഹുവിനോട് നമ്മൾ നന്ദി കാണിക്കുന്ന പക്ഷം അല്ലാഹു നമുക്ക് വർദ്ധനവ് നൽകും എന്നുള്ളതാണ്. വഇദ് തഅസ്സന റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് പ്രഖ്യാപിച്ചിരിക്കുന്ന ആ സന്ദർഭം അതെത്ര ശ്രദ്ധേയമാണ് എന്ന് പറഞ്ഞിട്ട് അല്ലാഹു തആല പറയുകയാണ്, ലഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾ എന്നോട് നന്ദി കാണിക്കുകയാണ് എങ്കിൽ ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരാമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. 14-ാം അധ്യായം സൂറത്ത് ഇബ്രാഹിം 7-ാമത്തെ സൂക്തം. നന്ദി കാണിച്ചാൽ അല്ലാഹു വർദ്ധിപ്പിച്ചു തരും എന്നുള്ളതാണ്. നമുക്കെപ്പോഴും റബ്ബിനോട് പരാതി പറയുവാനാണ് നേരമുള്ളത്. എനിക്കതില്ല, എനിക്കിതില്ല, മറ്റവന് നൽകിയത് എനിക്ക് നൽകിയില്ല എന്ന് തുടങ്ങിയുള്ള പരാതികളാണ് നമുക്ക് പലപ്പോഴും പറയാറുള്ളത്. എന്നാൽ റബ്ബ് നൽകിയതിനെ കുറിച്ച് നമ്മൾ എത്ര കണ്ട് റബ്ബിനോട് നന്ദി കാണിച്ചിട്ടുണ്ട് എന്ന് നാം ഓരോരുത്തരും സ്വയം ആലോചിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയതിൽ നമ്മൾ എത്ര കണ്ട് നന്ദി കാണിച്ചു. 2 കണ്ണുകൾ നമുക്ക് കാണുന്നു, നല്ല കാഴ്ച ശക്തിയുണ്ട്. കണ്ണുകൾ കാണാത്ത കണ്ണുകൾ നഷ്ടമായി ജീവിക്കുന്ന എത്രയോ ആളുകൾ ലോകത്തുണ്ട്. ഒരു പനി ബാധിച്ചു, ഒരു സുപ്രഭാതത്തിൽ ഉറങ്ങി എഴുന്നേറ്റു, കണ്ണിന്റെ കാഴ്ചകൾ നഷ്ടപ്പെട്ടു പോകുന്ന എത്രയോ ആളുകളുടെ കഥകൾ നമ്മൾ കേൾക്കാറുണ്ട്. എന്നാൽ നമ്മളൊന്ന് ആലോചിച്ചു നോക്കുക, നമുക്ക് ജനിച്ചത് മുതലേ കണ്ണിന് കാഴ്ച നഷ്ടപ്പെടുന്ന എത്രയോ കുഞ്ഞുങ്ങളെ നമ്മൾ കാണാറുണ്ട്, എത്രയോ ആളുകളെ നമ്മൾ കാണാറുണ്ട്. നമ്മുടെ കണ്ണിന് കാഴ്ചയുണ്ട്. ആ കാഴ്ച നൽകിയ റബ്ബിന് നമ്മൾ നന്ദി കാണിച്ചിട്ടുണ്ടോ? നമ്മുടെ ചെവിക്ക് ഒരു കേടുപാടുമില്ല, എല്ലാ ശബ്ദവും കേൾക്കുന്നുണ്ട്. ശബ്ദം കേൾക്കാത്ത എത്രയോ ആളുകൾ ഈ ഭൂമുഖത്തുണ്ട്. നമ്മുടെ നാവും ചുണ്ടും യഥാവിധം റബ്ബ് സംവിധാനിച്ചിട്ടുണ്ട്. വളരെ സ്പഷ്ടമായി വ്യക്തമായി നമുക്ക് സംസാരിക്കുവാൻ, ആശയവിനിമയം നടത്തുവാൻ കഴിയുന്നുണ്ട്. റബ്ബിനോട് നമ്മൾ നന്ദി കാണിച്ചോ? നമ്മൾ ആലോചിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തെ ജീവിതത്തിൽ ഒരു ദിവസം നിന്നുകൊണ്ട് കാലിൽ നീര് വരുവോളം നമസ്കരിക്കുകയാണ്. മഹദിയായ നമ്മുടെ ഉമ്മ ആയിഷ ബീവി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നു, എന്തിനാണ് ഇങ്ങനെ നിന്ന് നമസ്കരിക്കുന്നത്? റബ്ബ് താങ്കൾക്കെല്ലാം പുറത്തു തന്നിട്ടില്ലേ, പിന്നെ എന്തിന് ഇങ്ങനെ കഷ്ടപ്പെടണം, പ്രയാസപ്പെടണം? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടിയുണ്ട്, അഫലാ ഉഹിബ്ബു അൻ അകൂന അബ്ദൻ ശകൂറ, ആയിഷ, നന്ദിയുള്ള ഒരു അടിമയാകാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത്. ജനിക്കുന്നതിന് മുമ്പ് ഉപ്പയെ നഷ്ടപ്പെട്ട്, 6-ാമത്തെ വയസ്സിൽ ഉമ്മയെ നഷ്ടപ്പെട്ട്, പിന്നെ ജീവിതത്തിലേക്ക് വന്ന അബ്ദുൽ മുത്തലിബിനെയും അബൂ താലിബിനെയും നഷ്ടപ്പെട്ട്, പിന്നെ ജീവിതത്തിലേക്ക് എല്ലാമായി വന്ന ഖദീജയെ നഷ്ടപ്പെട്ട്, മക്കളെ നൽകി ആ മക്കൾ ഫാത്തിമ ഒഴികെയുള്ള എല്ലാവരും ആ മടിയിൽ കിടന്ന് മരണപ്പെട്ടു. ഏറെ ആഗ്രഹിച്ച ഒരു ആൺകുട്ടിയെ ലഭിച്ചു. തന്റെ പിതാവായ ഖലീലുല്ലാഹ് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പേര് വെച്ചു. ആ മകനും മടിയിൽ കിടന്ന് മരിച്ചു. ഇതെല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ അനുഭവിച്ചതാണ്. ജനിച്ച നാടും വളർന്ന മണ്ണും അത് വീടും മണ്ണും വിട്ട് പലായനം ചെയ്യേണ്ടി വന്നു. അവിടെയും സ്വസ്ഥമായി ഇരിക്കാൻ സമ്മതിച്ചില്ല. അവിടെയും ഒരുപാട് വർഷങ്ങളോളം യുദ്ധം ചെയ്യേണ്ട സാഹചര്യമുണ്ടായി.
അങ്ങനെ എത്രയോ പ്രയാസങ്ങൾ നടന്ന, എത്രയോ പ്രയാസങ്ങളും എത്രയോ ബുദ്ധിമുട്ടുകളും നിറഞ്ഞ ജീവിതം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ടായി. നമ്മൾ നമ്മുടെ കണ്ണിലൂടെ നോക്കിക്കാണുന്ന അനുഗ്രഹങ്ങൾ പലതും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കില്ലായിരുന്നു. എന്നിട്ടും പ്രവാചകൻ പറയുകയാണ്, എനിക്ക് നന്ദിയുള്ള അടിമയാകണം എന്നുള്ളത്. അല്ലാഹ് നൽകിയതിനെ നമ്മൾ എത്ര കണ്ട് നന്ദി കാണിച്ചിട്ടുണ്ട് എന്നുള്ളത് നാം ഓരോരുത്തരും ആലോചിക്കുക. വഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ളുഹ അവസാനിപ്പിക്കുന്നത് അങ്ങനെയാണ്. അനുഗ്രഹങ്ങളെ കുറിച്ചൊക്കെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തി അവസാനം അല്ലാഹു തആല പറയുന്നു, വഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്. അല്ലാഹ് നൽകിയതിനെ സംബന്ധിച്ച് വാദോരാതെ സംസാരിക്കണം എന്നുള്ളതാണ്. അല്ലാഹ് നൽകിയ അനുഗ്രഹങ്ങൾ ശരീരത്തിൽ കാണണമെന്നുള്ളതാണ്. ഒരാൾ എന്താണ് വർത്തമാനം എന്ന് ചോദിക്കുമ്പോ, കച്ചവടം എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോ, എങ്ങനെയാണ് ആരോഗ്യം എന്ന് ചോദിക്കുമ്പോ, നല്ല വശങ്ങളാണോ നമ്മൾ ആദ്യം സംസാരിക്കുന്നത്, ചീത്ത വശങ്ങളാണോ നമ്മൾ പറയുന്നത് എന്ന് നമ്മൾ ആലോചിക്കുക. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു തുടങ്ങി റബ്ബ് നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച് ഓർത്ത് വാദോരാതെ പറയുവാൻ നമുക്ക് സാധിക്കാറുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. നമ്മൾ എപ്പോഴും പരാതികളാണ്, എനിക്കതില്ല, ഇല്ലായ്മകളാണ് നമുക്ക് പറയാനുള്ളത്. എന്നാൽ അള്ളാഹുവിനെ ആരാണോ നന്ദി കാണിക്കുന്നത് അവൻ അല്ലാഹു തആല വർദ്ധിപ്പിച്ചു തരുമെന്നുള്ളതാണ്. മൂന്നാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യം, ഫദ്കുറൂനി അദ്കുറുക്കും വഷ്കുറൂലി വലാ തക്ഫുറൂൻ. ഫദ്കുറൂനി, നിങ്ങൾ എന്നെ ഓർത്താൽ ഞാൻ നിങ്ങളെയും ഓർക്കും. അല്ലാഹ് പറഞ്ഞൊരു കാര്യമാണ്. നമ്മുടെ കച്ചവടത്തിൽ മാന്ദ്യമുണ്ടോ, നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുന്നില്ലേ, നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. ഫദ്കുറൂനി, എന്നെ ഓർത്താൽ അദ്കുറുക്കും, ഞാൻ നിങ്ങളെ ഓർക്കും. അല്ലാഹ് നൽകിയ വാഗ്ദാനമാണ്. അല്ലാഹുവിനെ ഓർക്കാതിരിക്കാൻ നമുക്ക് പ്രത്യേകമായ സമയങ്ങളുണ്ടോ? എല്ലാ സമയത്തും അല്ലാഹുവിനെ ഓർക്കണം. അല്ലാഹുവിനെ ഓർക്കാതിരിക്കേണ്ടത്, അല്ലെങ്കിൽ ദിക്റുകൾ ചൊല്ലാതിരിക്കേണ്ടത് ടോയ്ലറ്റിൽ ഇരിക്കുമ്പോൾ അത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ മാത്രം. അതല്ലാത്ത സമയങ്ങളിൽ അള്ളാഹുവിനെ ഓർക്കുവാനും ദിക്റുകൾ അധികരിപ്പിക്കുവാനും അല്ലാഹു തആല നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. രാവിലെ ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ഈ ശരീരം നൽകിയ റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് അൽഹംദുലില്ലാഹില്ലദി അഹ്യാന എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നും പുറത്തേക്ക് കാലെടുത്ത് വെച്ച് സുബഹി നമസ്കരിക്കാൻ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകൾ കെട്ടി അങ്ങനെ അല്ലാഹുവിനെ നന്ദിയോടുകൂടി ഓർക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ നമ്മൾ ആലോചിക്കുക. അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിക്റുകളാണ് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, വലാ ഇലാഹ ഇല്ലല്ലാഹ്. അതേപോലെ മറ്റൊരു റിപ്പോർട്ടിൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നും കാണാം. ഈ ദിക്റുകൾ അല്ലാഹുക്ക് ഏറ്റവും പ്രിയം നിറഞ്ഞ ഇഷ്ടപ്പെട്ട ദിക്റുകളാണ്. ആ ദിക്റുകൾ ചൊല്ലാൻ നമുക്ക് എന്ത് തടസ്സമാണുള്ളത്? ഡ്രൈവ് ചെയ്യുന്ന സമയത്ത്, ജോലിക്ക് പോകുന്ന സമയത്ത്, നടക്കുന്ന സമയത്ത്, വ്യായാമം ചെയ്യുന്ന സമയത്ത്, ജോലി ചെയ്യുന്ന അവസരങ്ങളിൽ, ഏതവസരങ്ങൾക്കും നമുക്ക് അപ്രകാരം ദിക്റുകൾ ചൊല്ലാം എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കയറ്റം കയറുമ്പോ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിരുന്നു. ഇറക്കമിറങ്ങുമ്പോ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞിരുന്നു. നമ്മുടെ വീടുകളിൽ നമ്മൾ സ്റ്റെയറുകൾ കയറി പോകുമ്പോ അല്ലാഹു അക്ബർ, സ്റ്റെയറുകൾ ഇറങ്ങി വരുമ്പോ സുബ്ഹാനല്ലാഹ്. ഈ ദിക്റുകൾ, ഇത്തരത്തിലുള്ള ദിക്റുകൾ നമ്മൾ പതിവാക്കണം. ദിക്റുകൾ അത് അല്ലാഹു നമ്മളോട് പറയുവാൻ, അല്ലാഹുവിനെ ഓർക്കുവാൻ പറഞ്ഞ കാര്യമാണ്. അല്ലാഹു എത്ര പരിശുദ്ധനെന്ന് ആത്മാർത്ഥമായി പറയാൻ, അല്ലാഹുവിന് സർവ്വസ്തുതിയുമെന്ന് അൽഹംദുലില്ലാഹ് എന്ന് ആത്മാർത്ഥമായി പറയുവാൻ നമുക്ക് സാധിക്കണം. ദിക്റുകൾ ജീവിതത്തിൽ പതിവാക്കുക. ഇസ്ലാമിൽ ദിക്റുകളും സ്വലാത്തുകളും ഉണ്ട്. ജുമാ ദിവസം സ്വലാത്ത് വർദ്ധിപ്പിക്കുവാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. സ്വലാത്ത് മജ്ലിസുകളോ ദിക്ർ ഹൽക്കകളോ ഇസ്ലാമിലില്ല. ദിക്റുകളുണ്ട്, ദിക്ർ ഹൽക്കകളില്ല. സ്വലാത്തുകളുണ്ട്, സ്വലാത്ത് മജ്ലിസുകളില്ല. അത് നമ്മൾ സാന്ദർഭികമായി മനസ്സിലാക്കുവാൻ വേണ്ടി സൂചിപ്പിച്ചു എന്ന് മാത്രം. അപ്പോ അള്ളാഹുവിനെ നമ്മൾ ഓർക്കുമ്പോ അള്ളാഹു നമ്മളെ ഓർക്കും എന്നുള്ളതാണ്. നാലാമതായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് വാഗ്ദാനം ചെയ്തിട്ടുള്ള ഒരു കാര്യം, وَمَن يَتَوَكَّلْ عَلَى اللَّهِ فَهُوَ حَسْبُهُ وَمَن يَتَوَكَّلْ عَلَى اللَّهِ فَهُوَ حَسْبُهُ. ആരാണോ അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുന്നത് അവൻ അല്ലാഹു മതി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല 65-ാം അധ്യായം സൂറത്തുൽ ത്വലാഖ് 3-ാമത്തെ സൂക്തത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അല്ലാഹുവിൽ ഭരമേൽപ്പിക്കാൻ തയ്യാറായാൽ അവൻ അല്ലാഹു മതി എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ലൗ അന്നകും തതവക്കലൂന അലല്ലാഹി ഹഖ്ക തവക്കുലിഹി.
നിങ്ങൾ അള്ളാഹുവില് യഥാവിധത്തിൽ തവക്കുൽ ചെയ്താൽ, അങ്ങേയറ്റം പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ, അങ്ങേയറ്റം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോ, ഏത് സമയത്തും ഏത് പ്രതിസന്ധിയിലും അള്ളാഹുവില് തവക്കുൽ ചെയ്യുകയാണ് എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എങ്ങനെ നൽകുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നു. ലറസഖകും, നിങ്ങൾക്ക് അള്ളാഹു തആല റിസ്ഖ് നൽകും. കമാ യർസുഖു ത്വയ്ർ, പക്ഷികൾക്ക് റിസ്ഖ് നൽകുന്നത് പോലെ, പക്ഷികൾക്ക് അന്നം നൽകുന്നത് പോലെ അള്ളാഹു തആല നിങ്ങൾക്ക് അന്നം നൽകുമെന്നാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, തവദു ഖമാസൻ വതറൂഹു ബത്സാന, ഒട്ടിയ വയറുമായി കൊണ്ടാണ് ഒരു പക്ഷി രാവിലെ കൂട്ടിൽ നിന്നും ഇറങ്ങുന്നത്. രാത്രി ആ കൂട്ടിലേക്ക് തിരിച്ച് കിലോമീറ്ററുകൾ സഞ്ചരിച്ച് യാത്ര ചെയ്ത് പറന്ന് കൂട്ടിലേക്ക് തിരിച്ചു വരുമ്പോ വയറ് നിറഞ്ഞ അവസ്ഥയിലാണ് ആ പക്ഷി വരുന്നത്. അതുപോലെ റബ്ബിൽ യഥാവിധം തവക്കുൽ ചെയ്താൽ റബ്ബ് നമുക്ക് നൽകുമെന്നുള്ളതാണ്. പ്രയാസങ്ങൾ വരുമ്പോ, പ്രതിസന്ധികൾ വരുമ്പോ, ആ സമയങ്ങളിൽ നമുക്ക് അള്ളാഹുവിൽ അചഞ്ചലമായ വിശ്വാസത്തിൽ തവക്കുൽ അർപ്പിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറ 268 സൂക്തത്തിൽ പറഞ്ഞു, അശ്ശൈത്താനു യഅദികുമുൽ ഫഖർ, തീർച്ചയായും ശൈത്താൻ, പിശാച് നിങ്ങൾക്ക് ദാരിദ്ര്യത്തെ കാണിച്ചുകൊണ്ട് നിങ്ങളെ ഭയപ്പെടുത്തും. വയഅമറുകും ബിൽ ഫവാഹിഷ്, എന്നിട്ട് ആ പിശാച് ദാരിദ്ര്യത്തെ ഇങ്ങനെ കൺമുന്നിൽ ഇങ്ങനെ കാണിച്ചിട്ട് തിന്മകൾ ചെയ്യുവാൻ നിങ്ങളെ ഇങ്ങനെ പ്രേരിപ്പിക്കും. അങ്ങോട്ട് പോയാൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും. അവിടെ കുറഞ്ഞ 5% ഉള്ളൂ, 4% ഉള്ളൂ, 2.5% ഉള്ളൂ, പ്രശ്നമില്ല. ഇതൊക്കെ ഇല്ലാതെ ഇന്നിന്റെ കാലത്ത് ജീവിക്കാൻ പറ്റുമോ എന്ന് അള്ളാഹ് നിഷിദ്ധമാക്കിയതിലേക്ക് പിശാച് നമ്മളെ നയിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. പിശാചാണ് നിങ്ങളെ അപ്രകാരം ദാരിദ്ര്യം നിങ്ങളുടെ കണ്ണിന്റെ മുന്നിൽ ഇട്ടു തന്നിട്ട് നിങ്ങളെ ഇപ്രകാരമുള്ള തിന്മയിലേക്ക്, തെറ്റുകളിലേക്ക്, നീചവൃത്തിയിലേക്ക് പിശാച് നിങ്ങളെ പ്രേരിപ്പിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ദാരിദ്ര്യം അനുഭവിക്കുമ്പോ, പ്രയാസം അനുഭവിക്കുമ്പോ, കച്ചവടത്തിൽ മാന്ദ്യം അനുഭവിക്കുമ്പോ, ജോലിയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാനസികമായ പ്രശ്നങ്ങളും അനുഭവിക്കുമ്പോ, കുടുംബങ്ങളിൽ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ, ആ സമയങ്ങളിലെല്ലാം അള്ളാഹുവിനെ തവക്കുൽ ചെയ്യാൻ, ഹഖ്ഖ തവക്കുലിഹി, യഥാവിധത്തിൽ അള്ളാഹുവിനെ തവക്കുലാക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. അങ്ങനെ തവക്കുൽ ചെയ്താൽ അവൻ അള്ളാഹു മതിയായവനായി മാറുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ വാഗ്ദാനമാണ്. അത് അള്ളാഹു അവിടെ പൂർത്തീകരിച്ചു തരും. അള്ളാഹു തആല അവിടെ അത് നടപ്പിലാക്കി തരുമെന്നുള്ളതാണ്. വമയ്യത്തഖില്ലാഹ് യജ്അൽ ലഹു മഖ്റജ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. ഈ സൂറത്തു തലാഖിലെ ഈ വചനത്തിന് തൊട്ട് മുമ്പ് പടച്ച റബ്ബ് പറഞ്ഞതാണ്, വമയ്യത്തഖില്ലാഹ്, ആരാണോ റബ്ബിനെ സൂക്ഷിക്കുന്നത് അവൻ അല്ലാഹു തആല ഒരു പോം വഴി കാണിച്ചു കൊടുക്കും. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ അല്ലാഹു തആല അവന് ഉപജീവന മാർഗം നൽകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. പക്ഷേ യഥാവിധത്തിൽ തവക്കുൽ ചെയ്യാൻ സാധിക്കണം. അങ്ങനെ നമ്മൾ ഞെരുങ്ങുന്ന അവസരത്തിൽ, പ്രയാസപ്പെടുന്ന അവസരത്തിൽ പലയിടങ്ങളിലേക്കും പോയി നോക്ക് എന്നുള്ള തരത്തിൽ പൈശാചികമായ ചിന്തകൾ ഇങ്ങനെ വന്നു നിറയുമ്പോ, ഇല്ല, റബ്ബുണ്ട്, ഹസ്ബി അല്ലാഹ് വനിഅമൽ വക്കീൽ എന്ന് പറയാൻ നമുക്ക് സാധിക്കുമ്പോ, ഖലീലുല്ലാഹ് ഇബ്രാഹിം അലൈഹിസ്സലാമക്ക് തീക്കുണ്ടാരം തണുപ്പേകിയതുപോലെ, മൂസ അലൈഹിസ്സലാമക്ക് മുമ്പിൽ സമുദ്രം പിളർന്ന് കരയായതുപോലെ നമ്മുടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും അപ്രകാരം നമുക്ക് അല്ലാഹു തആല നീക്കിത്തരുമെന്നുള്ളതാണ്. അപ്രകാരം റബ്ബിൽ തവക്കുൽ ചെയ്യുവാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. അഞ്ചാമതായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന വാഗ്ദാനം എന്ന് പറയുന്നത്, ആരാണോ അല്ലാഹുവിന് കടം കൊടുക്കുന്നത് അവൻ അല്ലാഹു തആല വർദ്ധിപ്പിച്ചു തരുമെന്നാണ്. മൻസല്ലദീ യുഖ്റിദുല്ലാഹ ഖർദൻ ഹസന, ആരാണോ അല്ലാഹുവിന് ഏറ്റവും ഉത്തമമായ കടം കൊടുക്കുവാൻ, ഏറ്റവും നല്ല കടം കൊടുക്കുവാനുള്ളത്, അവന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഫയുളാഇഫു ലഹു അളആഫൻ കസീറ, അല്ലാഹു തആല ധാരാളമായി ഇരട്ടിയാക്കി അവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചു കൊടുക്കുമെന്നുള്ളതാണ്. ഇനി ആരാണോ അല്ലാഹുവിന് കടം കൊടുക്കാതെ, കടം കൊടുക്കാതെ ഇങ്ങനെ പിടിച്ചു വെക്കുന്നത്, അവനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വ ഇലൈഹി തുർജഊൻ, എന്നിലേക്കാണ് മടങ്ങുവാനുള്ളത്, അതുകൊണ്ട് അതിനെ നിങ്ങൾ സൂക്ഷിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അല്ലാഹ്ക്ക് കടം കൊടുത്താൽ അല്ലാഹ് അത് ഇരട്ടിയാക്കി തിരിച്ചു തരുമെന്നുള്ളതാണ്. സാമ്പത്തികമായ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ, എനിക്ക് വേണ്ടി എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റിവെക്കുമ്പോൾ
നമ്മുടെ നേരെ നമ്മുടെ സഹോദരങ്ങൾ കൈകൾ നീട്ടി വരുമ്പോ, എന്തെങ്കിലും പ്രയാസം പറഞ്ഞ് നാട്ടുകാർ നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോ അവിടങ്ങളിൽ ആത്മാർത്ഥമായി സന്തോഷത്തോടു കൂടി എടുത്തു കൊടുക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് ഏറ്റവും ഉത്തമമായ സ്വതക്കയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. നമുക്കൊരാവശ്യത്തിന് വേണ്ടി നമ്മളൊരു പണം നീക്കി വെച്ചു, എന്നാൽ ആ പണം നമുക്ക് ആവശ്യമുണ്ടായിട്ട് നമ്മൾ ആ പണം ഉപയോഗിച്ച് നമ്മുടെ സഹോദരന്റെ പ്രയാസങ്ങൾ അതുപയോഗിച്ച് നീക്കിക്കൊടുത്താൽ, നമുക്ക് ആവശ്യമുണ്ടായിട്ടും നമ്മുടെ സഹോദരനൊരു അപകടം പറ്റി, അല്ലെങ്കിൽ നമ്മുടെ അയൽവാസിക്കൊരു അപകടം പറ്റി, നമ്മുടെ കൂട്ടുകാർക്കൊരു അപകടം പറ്റി, എന്തെങ്കിലും നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടായി, ആ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ എന്റെ വീടിനെ മോടി കൂട്ടുവാൻ, എന്റെ കച്ചവടമൊന്ന് ഉയർത്തുവാൻ വേണ്ടി ഞാൻ മാറ്റിവെച്ച പണമാണ് അത്. എന്നാൽ ആ പണത്തിൽ നിന്നും എന്റെ സഹോദരന് വേണ്ടി ഞാൻ അത് കൊടുത്താൽ അതാണ് ഏറ്റവും ഉത്തമമായ സ്വതക്കയെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹുവിന് വേണ്ടി കടം കൊടുക്കാൻ ആരാണോ തയ്യാറായിട്ടുള്ളത് അവൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇരട്ടിയാക്കി നൽകും എന്നുള്ളതാണ്. സാന്ദർഭികമായി സൂചിപ്പിക്കട്ടെ, അള്ളാഹുവിന്റെ ഭവനമാണിത്, നമ്മൾ സുജൂദ് ചെയ്യുന്ന അള്ളാഹുവിന്റെ ഭവനം. ഈ പള്ളിയെ സംരക്ഷിക്കേണ്ടത് നമ്മളാണ്. പള്ളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് സാമ്പത്തികമായ ചെലവുകൾ ഉണ്ട്, നമുക്കറിയാം. ആ സാമ്പത്തികമായ ചെലവുകളിലേക്ക് എല്ലാവരും കഴിയുന്ന വിധത്തിൽ സംഭാവനകൾ അർപ്പിക്കുവാൻ കഴിയണം. മാസവരി ഞാൻ ഇതുവരെ 500 കൊടുത്തത്, 5 കൊല്ലം കഴിഞ്ഞിട്ടും അത് തന്നെ കൊടുക്കാം എന്നുള്ള നിലപാടല്ല. സാമ്പത്തികമായി അഭിവൃദ്ധി ഉണ്ടാകുമ്പോൾ നമ്മൾ ധാരാളമായി കൊടുക്കുവാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള ഈ 5 കാര്യങ്ങൾ അത് അല്ലാഹു തആല ആ വാഗ്ദാനം പൂർത്തിയാക്കുക തന്നെ ചെയ്യും. ഒന്ന്, പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കും. രണ്ടാമത്തത്, നന്ദി കാണിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വർദ്ധിപ്പിച്ചു തരും. മൂന്നാമത്തത്, അല്ലാഹുവിനെ ഓർത്താൽ അല്ലാഹു തആല തിരിച്ച് ഓർക്കും. നാലാമത്തത്, ആരാണോ അല്ലാഹുവിൽ ബരമേൽപ്പിക്കുന്നത് അവനെ അല്ലാഹു മാത്രം മതി. അഞ്ചാമത്തത്, അള്ളാഹുവിന് ആര് കടം കൊടുത്തോ അവൻ അള്ളാഹു ഇരട്ടിയാക്കി തിരിച്ചു കൊടുക്കും എന്നുള്ളതാണ്. ഈ അള്ളാഹുവിന്റെ ഈ വാഗ്ദാനങ്ങൾ അള്ളാഹു നൽകിയതാണ്. ഇതൊക്കെ അള്ളാഹു തആല പൂർത്തീകരിക്കും തീർച്ചയാണ്. എന്നാൽ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കാൻ, അള്ളാഹുവിന് കടം കൊടുക്കാൻ, അള്ളാഹുവിനെ ഓർക്കാൻ, അള്ളാഹുവിന് ബരമേൽപ്പിക്കാൻ, അള്ളാഹുവിന് നന്ദി കാണിക്കാൻ നമ്മൾ തയ്യാറാകണം എന്ന് മാത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅലാ സ്വഹാബത്തിഹി അജ്മഈൻ വബഅദ്. വസീകം വഇയ്യായ സാനിം ബിത്തഖ്വല്ലാഹ്. അല്ലാഹുവെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞ 5 കാര്യങ്ങളാണ് നമ്മൾ വിശദീകരിച്ചിട്ടുള്ളത്. അല്ലാഹു തആല സത്യവിശ്വാസികൾക്കും സത്യനിഷേധികൾക്കും പ്രത്യേകമായി വാഗ്ദാനങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇഹലോകത്തും പരലോകത്തും. പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികൾക്കായി വാഗ്ദാനം ചെയ്തിട്ടുള്ളത് അത് സ്വർഗമാണ് എന്നുള്ളതാണ്. സാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ മിൻ റബ്ബിക്കും വജന്നത്തിൻ അർളുഹാ കഅർളിസ് സമാഇ വൽ അർള്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, സാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ മിൻ റബ്ബിക്കും, നിങ്ങൾ അല്ലാഹുവിങ്കൽ നിന്നുള്ള പാപമോചനത്തിലേക്ക് ധൃതി പിടിച്ചുകൊണ്ട് നടന്നെടുത്ത് വരിക. അതുപോലെ വജന്നത്തിൻ, സ്വർഗത്തിലേക്കും. ആ സ്വർഗത്തിന്റെ പ്രത്യേകത അർളുഹാ കഅർളിസ് സമാഇ വൽ അർള്, ആകാശഭൂമികളോളം വിശാലമാണ് ആ സ്വർഗം. എന്നിട്ട് അല്ലാഹു തആല പറയുകയാണ്, ഉഇദ്ദത ലില്ലസീന ആമനൂ ബില്ലാഹി വറസൂലി. ആ സ്വർഗം എന്ന് പറയുന്നത് അല്ലാഹുവിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക്, അല്ലാഹുവിന്റെ റസൂലിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് അല്ലാഹു വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണ് എന്ന് അല്ലാഹു തആല സൂറത്തുൽ ഹദീദ് 21-ാമത്തെ സൂക്തത്തിൽ വിശദീകരിക്കുകയാണ്. അതേപോലെ അല്ലാഹു പറഞ്ഞു, വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിൻ റബ്ബിക്കും വജന്നത്തിൻ അർളുഹസ് സമാവാതി വൽ അർള് ഉഇദ്ദത ലിൽ മുത്തഖീൻ. സൂറത്ത് ആലി ഇംറാൻ 133-ാമത്തെ വചനം.
പാപമോചനത്തിലേക്ക്, സ്വർഗത്തിലേക്ക് ധൃതി പിടിച്ച് നടന്നെടുത്തുകൊള്ളുക. ഉഇദ്ദത്തുലിൽ മുത്തഖീൻ, അല്ലാഹു തആല മുത്തഖീങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളതാണ് ആ സ്വർഗമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. എന്നിട്ട് വിശ്വാസികളായ നമ്മളോട് അല്ലാഹു തആല പ്രത്യേകമായി പറഞ്ഞു, വത്തഖുന്നാറല്ലതി ഉഇദ്ദത്ത് ലിൽ കാഫിരീൻ, നിങ്ങൾ നരകത്തെ സൂക്ഷിക്കണം കേട്ടോ. ആ നരകം എന്ന് പറയുന്നത് സത്യനിഷേധികൾക്ക് അല്ലാഹു വാഗ്ദാനം ചെയ്ത ഒരുക്കിയിട്ടുള്ള ഇടമാണ്. ഫത്തഖുന്നാറല്ലതി വഖൂദഹന്നാസ് വൽ ഹിജാറ ഉഇദ്ദത്ത് ലിൽ കാഫിരീൻ, നിങ്ങൾ നരകാഗ്നിയെ സൂക്ഷിക്കണം. ആ നരകാഗ്നി അത് മനുഷ്യരെയും കല്ലുകളെയും ചുട്ടരിക്കപ്പെടുന്ന ഒന്നാണ് നരകാഗ്നി. ആ നരകത്തെ തൊട്ട് നിങ്ങൾ സൂക്ഷിക്കണം. ഉഇദ്ദത്ത് ലിൽ കാഫിരീൻ, കാഫിരീങ്ങളായ നിഷേധികളായ ആളുകൾക്ക് വേണ്ടി അല്ലാഹു തആല ഒരുക്കിയിട്ടുള്ളതാണ് ആ നരകം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല 2-ാം അധ്യായം സൂറത്തുൽ ബഖറ 24-ാമത്തെ സൂക്തത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോ ഇത് അല്ലാഹു തആല പരലോകത്ത് നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഒന്ന് കാഫിരീങ്ങളായ സത്യനിഷേധികൾക്ക് വേണ്ടിയും ഒന്ന് സത്യവിശ്വാസികൾക്ക് വേണ്ടിയും. അതിലേതിൽ പോകണം എന്നുള്ളത് നാം ഓരോരുത്തരും സ്വയം ആലോചിക്കുകയും തെരഞ്ഞെടുക്കുകയും ചെയ്യേണ്ട കാര്യമാണ്. ആ തെരഞ്ഞെടുപ്പിനുള്ള സ്വാതന്ത്ര്യം റബ്ബ് നമുക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ സത്യസന്ധതയും സൽസ്വഭാവവും വാഗ്ദത്തലംഘനവും വാക്കുപാലനവും ഒക്കെ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകേണ്ടിയിരിക്കുന്നു എന്നുള്ളത് നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അല്ലാഹു തആല നമുക്ക് വാഗ്ദാനം ചെയ്ത നമ്മൾ ഇന്ന് വിശദീകരിച്ച 5 കാര്യങ്ങൾ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകും, ഉറപ്പാണ്. നമ്മൾ അപ്രകാരം ചെയ്യണം എന്ന് മാത്രം. അത് ചെയ്യുവാൻ, അതിനുവേണ്ടി പരിശ്രമിക്കുവാൻ നമ്മൾ ശ്രമിക്കുക, ശ്രദ്ധിക്കുക. നാഥൻ അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബേ, ഏറെ പൊറുക്കുന്ന രക്ഷിതാവേ, ജീവിതത്തിന്റെ നികല മേഖലകൾ അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യമായും ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയവരാണ് നാഥങ്ങൾ. ഞങ്ങളുടെ മുഴുവൻ പാപങ്ങളും നിന്റെ മഹത്തായ മഗ്ഫിറത്ത് കൊണ്ട്, നിന്റെ മഹത്തായ റഹ്മത്ത് കൊണ്ട് നീ ഞങ്ങൾക്ക് ഏവർക്കും പുറത്തു മാപ്പാക്കി തന്ന് അനുഗ്രഹിക്കണം റഹ്മാനെ. കച്ചവടത്തിൽ മാന്ദ്യങ്ങൾ അനുഭവിക്കുന്നവർ, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന എത്രയോ ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് റബ്ബേ. അവരുടെ എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളും നീ ദൂരീകരിച്ച് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, രോഗികളായി കാലങ്ങളോളം കഴിയുന്നവർ, വാട്ടർ ബെഡുകൾ വിശ്രമിക്കുന്നവർ, നിൽക്കാൻ കഴിയാത്തവർ, ഇരുന്നു കൊണ്ട് ഇബാദത്ത് ചെയ്യുന്നവർ, എത്രയോ പല നിലക്കും പല ബുദ്ധിമുട്ടുകളും കാലങ്ങളായി വർഷങ്ങളായി അനുഭവിക്കുന്നവർ റബ്ബേ, അവരെ ക്ഷമിക്കുന്നതിന് നീ അതിയായ പ്രതിഫലം നൽകുകയും അവരുടെ രോഗങ്ങൾക്ക് നീ ശമനം നൽകുകയും നീ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗങ്ങൾ കൊണ്ട് അതുപോലെ മറ്റു ഒരുപാട് പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളെ എല്ലാവർക്കും നീ ശമനം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. നീയാണ് ശമനം നൽകുന്നവൻ റബ്ബേ, നീ ശമനം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. റഹ്മാനായ റബ്ബേ, ഒരുപാട് വിശ്വാസികളായതിൻ്റെ പേരിൽ, മുസ്ലിം ആയതിൻ്റെ പേരിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എത്രയോ സഹോദരങ്ങൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്, ഞങ്ങൾക്ക് ചുറ്റുമുണ്ട്, ഈ ലോകത്തുണ്ട്. ഫലസ്തീനിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ, അവർക്ക് നീ സ്ഥൈര്യം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. ദീനിൽ അടിയുറച്ച് നിൽക്കുവാനുള്ള ത്വാഖത്ത് നീ അവർക്ക് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ബന്ധുമിത്രാദികൾ, കുടുംബാംഗങ്ങൾ, നേതാക്കൾ, ഗുരുനാഥന്മാർ, പല ആളുകളും ഞങ്ങളോടൊപ്പം കഴിഞ്ഞ വർഷം ജീവിച്ചവർ പലരും ബർസഖിന്റെ ലോകത്താണ്. അവരുടെ ബർസഖിന്റെ ലോകം നീ വിശാലമാക്കി സന്തോഷത്തോപ്പാക്കി സ്വർഗത്തോപ്പാക്കി മാറ്റി അനുഗ്രഹിക്കണം റഹ്മാനെ. ഞങ്ങളും ബർസഖിന്റെ ലോകത്തിലേക്ക് യാത്ര തിരിക്കുമ്പോൾ ഞങ്ങളുടെ ബർസഖിന്റെ ലോകം അപ്രകാരം സന്തോഷമുള്ള ലോകമാക്കി മാറ്റി അനുഗ്രഹിക്കണം റഹ്മാനെ. കുടുംബസമേതം സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നവരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. നിന്റെ നരകാഗ്നിയുടെ ചൂട് താങ്ങുവാനുള്ള കരുത്ത് ഞങ്ങളുടെ ശരീരത്തിനില്ല. ആ നരകാഗ്നിയെ തൊട്ട് നീ ഞങ്ങളെ കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم اجرنا واجر والدينا من النار. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. وصلى الله على خير خلقه محمد والحمد لله رب العالمين والسلام على المرسلين.